ദേശീയപാതയുടെ ക്രെഡിറ്റ് ചോദിച്ച് ഫ്ലക്സ് ബോർഡുകൾ വെക്കുന്ന കേന്ദ്രവും സംസ്ഥാനവും ഒരു മഴ പെയ്തപ്പോഴേക്കും ഉണ്ടായ വിള്ളലുകൾ കാണുന്നുണ്ടോ എന്നാണ് ന്യൂസ് സെൻസർ രാവിലെ ചോദിക്കുന്ന ചോദ്യം. മണ്ണിടിച്ചിൽ ഭീതിയിൽ പാതയുടെ വശങ്ങളിലെ കോൺക്രീറ്റ് ഭിത്തിയും പേസ്റ്റിംഗും ഒക്കെ ഒലിച്ചിറങ്ങുന്നത് പേടിയോടെ കാണുന്ന നാട്ടുകാരുടെ പരാതി നിർമ്മാണ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അവഗണിക്കുകയാണ്. ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ട ഭരണകക്ഷികൾ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? കൂരിയാട് ദേശീയപാത 66 ഇടിഞ്ഞ് താഴ്ന്നപ്പോൾ തലനാരിഴയ്ക്കാണ് നാട്ടുകാർ രക്ഷപ്പെട്ടതെന്ന കാര്യം അറിഞ്ഞിട്ടും കണ്ണടച്ചിരുട്ടാക്കുകയാണോ ഭരണകൂടം? പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ദേശീയപാത നിർമ്മാണം മഴക്കാലം തുടങ്ങിയതോടെ വലിയ ചോദ്യചിഹ്നങ്ങളിലേക്ക് കടക്കുന്നു. പാതയിൽ വിള്ളലുകൾ, മണ്ണിടിഞ്ഞ അപകടങ്ങൾ, വലിയ വെള്ളക്കെട്ട്. ഒരിടത്തല്ല, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇത് ആവർത്തിക്കുന്ന സ്ഥിരം വാർത്തയാകുന്നു. എന്തുകൊണ്ടാണ് ആറുവരിപ്പാതയിൽ പലയിടത്തും വിള്ളലുകൾ ഉണ്ടാകുന്നത്? സർവീസ് റോഡുകൾ വെള്ളക്കെട്ടിൽ മുങ്ങി ഗതാഗതം തടസ്സപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മണ്ണ് മാന്തി യന്ത്രം വരെ കുഴിയിൽ വീണിട്ടും സർക്കാരുകൾക്കും ദേശീയപാത അതോറിറ്റിക്കും പാതിരാത്രിയാണോ ഇതൊന്നും കാണാതിരിക്കാൻ? വെള്ളാനകളുടെ നാട്ടിൽ എന്ത് നടന്നാലും നാട്ടുകാരൊന്നും ചോദിക്കില്ല എന്ന ധാർഷ്ട്യമാണോ അധികൃതർക്ക്?